ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫിലാസ് ജിഞ്ചർ കിച്ചണേറ്റ്. ഇന്ന് ഞാൻ എൻ്റെ കിച്ചണിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു കുട്ടി വ്ളോഗാണ്. ലുലു ഫുഡ് കാർണിവൽ സൂപ്പർ ഷെഫ് കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്തിരുന്നു ഈ മാർച്ച് 28-ന്. അപ്പോൾ അവിടെ 4 കാറ്റഗറിയിലായിട്ടാണ് കോമ്പറ്റീഷൻ നടന്നത്. അതിൽ 4 ജഡ്ജിൽ ഒരാളാവാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. വളരെ ഫേമസ് ആയിട്ടുള്ള ജഡ്ജസിൻ്റെ കൂടെ ജഡ്ജ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അത് ഞാൻ നിങ്ങളെ കൂടി അറിയിക്കുകയാണ്. ഇവിടെ കിസേസിലുള്ള നമ്മളെ ലുലുവിൽ വെച്ചായിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ നടന്നത്. എല്ലാ വർഷവും നടക്കുന്ന കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിലെ സെലിബ്രിറ്റി ഷെഫായ ഷെഫ് ഹർപൽ സിംഗ് സോക്കിയുടെ ഒരു ലൈവ് കൗണ്ടർ അവിടെ ഉണ്ടായിരുന്നു, കുക്കിംഗ് കൗണ്ടർ. പിന്നെ അദ്ദേഹമായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അദ്ദേഹത്തെ പരിചയപ്പെടാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്കുണ്ടായി. അതിൽ തന്നെ വളരെയധികം സന്തോഷം. പിന്നെ ജഡ്ജ്മെന്റ് വേണ്ടി ഉണ്ടായിരുന്നത് നമ്മളെ ലുലുവിൻ്റെ സ്വന്തം ഷെഫായ ഷെഫ് വിനോദ്, പിന്നെ ഷെഫ് വിവേക്, ഇദ്ദേഹത്തെ കുറേ പേർക്ക് അറിയാം. പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഷെഫ് രാജീവ്. ആ ഫോട്ടോ എൻ്റെ അടുത്ത് മിസ്സായി. ഞങ്ങളിങ്ങനെ 4 പേരായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ 4 വ്ളോഗേഴ്സും ഉണ്ടായി. എൻ്റെ കൂടെ ഡെസേർട്ട് സെക്ഷനിലാണ് ഞാൻ ജഡ്ജ്മെന്റിന് പോയത്. എൻ്റെ കൂടെ ഇവർ കൂടി ഉണ്ടായിരുന്നു. 4 സെക്ഷനിലായിട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പം ഈ ഒരു കുക്കിംഗ് കോൺടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെജ്, നോൺ വെജ്, ഡെസേർട്സ് ആൻഡ് സാലഡ്സ്. അപ്പൊ ഇതിൽ ആരൊക്കെ ആയിരിക്കും സമ്മാനം അടിക്കുക, എന്തൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ടത് പൂജ? ഡെഫിനറ്റ്ലി അവിടെ പ്രോഗ്രാം നടത്തിയിരുന്നത് നമ്മളെ ക്ലബ് എഫ് എം ആയിരുന്നു. അപ്പൊ പൂജനൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് അറിയുന്നതാണ്. പൂജന എനിക്ക് നല്ല പരിചയമുണ്ട്. ഏതാ പ്രോഗ്രാമിന്റെ ഒരു ഓവറോൾ. എന്റെ പേര് പൂജ. പൂജ കേൾക്കാറുണ്ട് മതി. അപ്പൊ സ്റ്റേജിൽ ഒരു ഇന്ററാക്ടിങ് ഓഡിയൻസിന്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആ ഒരു ഗെയിമിൽ കാണുകയും ചെയ്തത്. നാല് കാറ്റഗറിയിലും ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ സിമ്പിൾ കോൺടെസ്റ്റ്, നമുക്ക് പറയാനേ പറ്റുള്ളൂ. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാനത് വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട്. ഇത് സെക്ഷനാണോ? ഇവിടെ സ്റ്റേജിൽ ഗെയിംസ് നടക്കുന്നുണ്ട്. അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഓരോ സെക്ഷൻ ആയിട്ടാണ് നോൺ വെജ്, വെജ്, പിന്നെ ഡെസേർട്ട്, അത് കഴിഞ്ഞിട്ട് സാലഡ്. അങ്ങനെയായിരുന്നു അറേഞ്ച് ചെയ്യുന്നത്. 100 പാർട്ടിസിപ്പൻസ്. ഓരോ സെക്ഷനിലെ പാർട്ടിസിപ്പൻസും നല്ല അടിപൊളി ഡിഷസ് ആയിട്ടാണ് വന്നത്. ഓരോന്നും ഒന്നിനൊന്നും മെച്ചമായിട്ട്. ഇപ്പോൾ ഡെസേർട്ട് തന്നെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഡിഫിക്കൽട്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഒന്ന് തല തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇതെൻ്റെ മോളെടുത്ത വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. ആദ്യം വിചാരിച്ച് ഞാനിത് ഒഴിവാക്കാമെന്ന്. പക്ഷേ അവളും എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തതല്ലേ. എനിക്ക് ചെറിയ മോളും അവളെ വെച്ചുകൊണ്ട് എല്ലാ വീഡിയോസും, പിന്നെ ഇക്ക എടുത്ത വീഡിയോസും ഉണ്ട് ഇതിലൊരുപാട്. അങ്ങനെയാണ് ഞാൻ വീഡിയോസ് അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അതും കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാണ് കേട്ടോ.
ഇതായിരുന്നു ഡെസേർട്ട് സെക്ഷൻ. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സെക്ഷനിലാണ് ജഡ്ജ്മെന്റിന് എനിക്ക് ചാൻസ് കിട്ടിയിരുന്നത്. എല്ലാം അടിപൊളി ഡിഷസ് ആയിരുന്നു. ഈ ഒരു ഡിഷിനാണ് ഞങ്ങൾ സെക്കൻഡ് പ്രൈസ് കൊടുത്തത്. 2 പേരായിരുന്നു ജഡ്ജ്മെന്റിന് ഡെസേർട്ടിൽ. അപ്പോൾ 2 പേരുടെയും ഒരു തീരുമാനപ്രകാരമായിരുന്നു ഈ ഒരു ഡിഷിന് സെക്കൻഡ് കൊടുത്തിരുന്നത്. ഡെസേർട്ട് സെക്ഷനിൽ ഞങ്ങൾ കണ്ടത് 14 ഇയേഴ്സും 12 ഇയേഴ്സും ആയിട്ടുള്ള കുട്ടികളും ജെൻസും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കോമ്പറ്റീഷന്. നല്ലൊരു അടിപൊളി കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഈ ഒരു ഡിഷിനാണ് 3rd പ്രൈസ് കൊടുത്തത്. ഇതായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ശരിക്കും അടിപൊളിയായിരുന്നു. നമ്മളൊരു സ്പൂൺ വായിലിട്ട് കഴിഞ്ഞാൽ എന്താണ് ആ ടേസ്റ്റ് എന്നുള്ളത്, ആ ഫ്ലേവർ ശരിക്കും വന്നിരുന്നു അവരുടെ ഡിഷിൽ. സൂപ്പർ ആയിരുന്നു. ഗ്രേറ്റ് എഫേർട്ടായിരുന്നു അവരത് ചെയ്യാനെടുത്തത്. പലതരത്തിലുള്ള ഡെസേർട്സ് ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞാൽ സാലഡിന്റെ സെക്ഷനാണ്. പക്ഷെ സാലഡിന്റെ സെക്ഷൻ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ജഡ്ജ്മെന്റ് സ്റ്റാർട്ടായി. പിന്നെ ഇക്കാന്റെ അടുത്ത് മോളെ കൊടുത്തിട്ടായിരുന്നു ഞാൻ ജഡ്ജ്മെന്റിന് വേണ്ടി പോയിരുന്നത്. അതുകൊണ്ട് ഇക്കാർക്കും അതൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തൊരു വിഷമം എനിക്കുണ്ട്. കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്ന സമയം സ്റ്റേജിൽ പ്രോഗ്രാം ഉണ്ട്. അക്കു ശരിക്കും അടിച്ചു പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ജഡ്ജ്മെന്റ് ടൈം ആണ്. ഓരോ കാറ്റഗറി ജഡ്ജ്മെന്റ്. ഫസ്റ്റ് കാറ്റഗറിയിൽ ഷെഫ് വിനോദിന്റെ സെക്ഷനായ നോൺ വെജിലാണ് പ്രൈസ് അനൗൺസ് ചെയ്തത്. അത് ഓരോന്നായിട്ട് ഷെഫ് അനൗൺസ് ചെയ്തു. Mega Cooking Contest. The 3rd prize winner is Ms. Rabia Bashir. Ms. Rabia Bashir, can we please have you on stage? And to give away the prize, I'd like to invite Mr. Narayan, the Visual Merchandising Manager, Lulu Hypermarket, to please step forward. He's on the way. Which was in a South Indian style. Lemon rice, again, it was very different. I have never seen something, a mix of both. A squid with lemon rice. Wow. Lemon rice is usually a vegetarian, pure vegetarian. True. So it was very good. We both had a difficult decision to make, but finally we both agreed on this name. The first prize goes to Mrs. Famida Idnis. Congratulations! Can we have you on the stage? Famida, can we have you on stage, please? And to give away the prize, I'd like to ask Mr. Baiju Nair, Rima Spices and Pulses, and of course your prize from Rima is on the way as well. That's a prize from Rima Spices. Mr. Gafoor from Sweet of Oman, and Mr. Ramakrishnan, Manager, Lulu Hypermarket, and Mr. Shaheen, Eastern Spices and Pulses, and Mr. Ramesh from Almarai. Please join us on stage, sir, please.
Okay. I think we can move into the results slowly. സത്യം പറഞ്ഞാല് എനിക്ക് പിന്നെ സ്റ്റേജിൽ കയറിയ സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ അധികം പ്രൈസ് വാങ്ങാനാണ് മാഷാല്ലാ ഞാൻ കയറിയത്. ഇതുപോലെ ഞാൻ അനൗൺസ് ചെയ്യാൻ വേണ്ടി കയറിയിട്ടില്ല. അത് കാരണം നമ്മളെ മുന്നിൽ കുറേ ക്രൗഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ട്സും എന്നെ അറിയുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് നല്ല രീതിയിൽ മലയാളം വരുന്നില്ല, ഇംഗ്ലീഷും വരുന്നില്ല. ആകെ ഞാനൊരു എന്താ പറയുക ജസ്റ്റ് അനൗൺസ് ചെയ്ത് ഇറങ്ങുക എന്നുള്ള ലെവലിലായിരുന്നു. ശരിക്കും എന്താണെന്ന് വെച്ചാൽ അധികം നമ്മൾ പിന്നെ എക്സ്പേർട്ട് ആയ ആൾക്കാർക്ക് പോലും ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത ഒരു സ്പീച്ച് എന്ന് പറയുമ്പോൾ അധികം എല്ലാവർക്കും സാധിച്ചോളന്നില്ല. ഓരോരുത്തർക്ക് ഓരോ ഇതിലായിരിക്കാം. പക്ഷെ ഞാൻ ഇത് മുമ്പേ പ്രിപ്പയർഡ് ഒന്നും അല്ല. അത് കാരണം എനിക്ക് കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഡെസേർട്സിൽ എനിക്ക് തോന്നിയ ചില ടിപ്സ് ഒക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ റിസൾട്ട്സ് അനൗൺസ് ചെയ്തു. Number 85, Mariam Biran. Mariam Biran, can we have you on the stage, please? Mariam Biran. Are you Congratulations. So we have the third prize winner here for the dessert category. Can we have Mr. Nisha from Lulu? He's the manager of Lulu Hypermarket to give away the prizes. Congrats. And we have the prizes from Rima as well. Can we have the prize from Rima? Okay. Prize from Rima. Aziba. Number 77, Requesting all the winners to please stay back. We have the final photo session with all the winners. Okay, now we have the second prize winner for the second category. And I would like to invite Mr. Kapoor from Srinapuram and Mr. Ramakrishnan, manager Lulu Hypermarket, to give away the prizes. സൂപ്പർ പ്രസൻറ്റേഷൻ ആയിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അവർ യൂസ് ചെയ്തത് ലാവണ്ടർ ഫ്ലവർ വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ആണ് അവർ ചെയ്തത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ഡിസിഷൻ പ്രകാരം അവർക്ക് സെക്കൻഡ് പ്രൈസ് കൊടുത്തു. Gift voucher from Lulu and also prize from Rima goes to the second prize winner of dessert category. Now we are moving on to the first prize winner. the first prize, Jasmine. Number 94. Jasmine, are you around? Please join us on stage. Yes, she's on the way. So everybody want to know why the first prize is Jasmine, because Jasmine created a magic in her dish. She made a polka dot with the texture of the tender coconut, and inside there was a 3-layer of filling. Jackfruit. Yes, Wow. jackfruit, blueberry and tapioca, and the very nice flavor of the tender coconut. Well done. It was a very beautiful composition. Almost it's like a composition. Anyway, can we have Mr. Shaheen from Eastern Spices and Pulses and Mr. Ramesh from Almarai Group to give away the prizes? So we have the first prize winner for dessert contest. Congratulations. Congratulations to you, Jasmine. And here's your prize from Rima as well. Now moving on to the salad section. And Mr. Shamir to give away the prizes. Mr. Malik from Nestle and Mr. Shamir, Marketing Manager, Lulu Hypermarket. Congratulations! So here's our final winner for Lulu Super Chef Mega Cooking Competition 2019. 99.6 supported by Eastern, RKG, Taj Mahal, Chico, Hero, Heartlight, Noor and Kitchen Treasures. Thank you so much, ladies and gentlemen, for joining us. And congratulations to all the winners, all the judges for making the tough choice. Requesting all the winners to join us on stage.
അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു കുക്കിംഗ് ജഡ്ജ്മെന്റ് വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. താങ്ക് യു.